സ്വാഗതം. ടാരോട്ട് ഒറാക്കിൾ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വൈശാഖത്തിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഇന്ന് പരശുരാമ ജയന്തിയാണ്. പരശുരാമനെ കുറിച്ച് പറയുമ്പോൾ മഹാദേവൻ്റെ പരമശിവൻ്റെ ശിഷ്യനാണ് പരശുരാമൻ. ജമദഗ്നിയുടെ രേണുകയുടെ മകനാണ്. ക്ഷത്രിയ വംശത്തിൻ്റെ അന്തകനാണ് പരശുരാമസ്വാമി. ഭയങ്കര കോപമുള്ള ആളാണ് പരശുരാമൻ. അച്ഛൻ പറഞ്ഞു അമ്മയെ വധിക്കാൻ. ഒരു അവസരത്തിൽ അമ്മയിൽ എന്തോ ഒരു ചെറിയ ഒരു തെറ്റ് കണ്ടപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു അമ്മയെ വധിക്കാൻ. ഉടനെ പരശുരാമൻ അമ്മയെ വധിക്കുകയാണ്. രണ്ടാമതൊരു ചിന്തയില്ലേ, അമ്മയെ വധിക്കാൻ പറഞ്ഞു, അമ്മയെ ഉടനെ വധിച്ചു. എന്താണ് പിന്നെ അടുത്ത വരം വേണ്ടേ ചോദിച്ചു. പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ജീവൻ നൽകണം. അത്ര ഒരു തപസ്വിയും ആയിട്ടുള്ള അവതാരമാണ് പരശുരാമാവതാരം. പിന്നെ രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ ശ്രീരാമൻ സീതാസ്വയംവരം എല്ലാം കഴിഞ്ഞ് ദശരഥ മഹാരാജാവിനോടൊക്കെ കൂടി അയോധ്യയിലേക്ക് പോകുന്ന വഴിയിൽ പരശുരാമൻ വന്ന് മാർഗതടസ്സം ഉണ്ടാക്കും. അങ്ങനെ ശ്രീരാമനായിട്ട് ചെറിയൊരു വിവാദമൊക്കെ ഉണ്ടായ ശേഷം ശ്രീരാമനെ അനുഗ്രഹിച്ചു പോകണമെന്നുണ്ട് ഒരു ഭാഗം കൂടി നമുക്ക് രാമായണത്തിൽ കാണാം. അങ്ങനെയുള്ള പരശുരാമസ്വാമിയുടെ ജയന്തിയാണ് ഇന്ന്. അപ്പോൾ അത് വെറുതെ ഒന്ന് വൈശാഖം 2ാമത്തെ ദിവസമല്ലേ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് നോക്കിയാലോ. ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജിൽ വന്നിരിക്കുന്ന നല്ല കാർഡുകളാണ്. 2 യൂണിവേഴ്സൽ കാർഡുകളാണ്. യൂണിവേഴ്സൽ കാർഡുകൾ എന്ന് പറയുമ്പോൾ അത് യൂണിവേഴ്സിൻ്റെ തീരുമാനങ്ങളാണ്. അതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. 3ാമത്തെ കാർഡ് മാത്രമാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താ വന്നിരിക്കുന്നത്? ജസ്റ്റിസാണ്. ജസ്റ്റിസ് എന്നുള്ള കാർഡ് വരുന്നത് നമ്മളോട് പറയണത് എന്താ വെച്ചാൽ നമുക്ക് നീതിബോധം വേണം. നീതിബോധം എല്ലാവർക്കും ആവശ്യമാണ്. കാരണം നമ്മൾ കർമ്മസിദ്ധാന്തം അനുസരിച്ച് എല്ലാ കർമ്മത്തിൻ്റെയും ഉത്തരവാദിത്തം നമ്മളിൽ നിന്നുണ്ടാവുന്ന എല്ലാ കർമ്മത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾക്ക് തന്നെയാണ്. നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മൾ പാസ്റ്റിൽ ഇപ്പോഴും ചെയ്ത നമ്മളെ കർമ്മങ്ങളുടെ ഫലം ആണ് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർമ്മസിദ്ധാന്ത പ്രകാരം നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നല്ല അനുഭവങ്ങളുണ്ടാവും. ബാഡ് കർമാസ് ചെയ്യുമ്പോൾ ബാഡ് കർമാസ് തിരിച്ചു വരും. അതുകൊണ്ട് ഓരോ കർമ്മം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഏതൊരു കാര്യത്തിലും അതിൻ്റെ എല്ലാ വശങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കി മാത്രമേ നമ്മളൊരു കാര്യത്തിൻ്റെ ജഡ്ജ്മെൻ്റ് എടുക്കാവൂ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അത് കേട്ടു ഇത് കേട്ടു അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരു കാര്യത്തിനും ഒരാളിലും നമ്മൾ ജഡ്ജ്മെൻ്റ് എടുക്കാൻ പാടില്ല. നമുക്ക് പൂർണ്ണ വ്യക്തത എല്ലാ കാര്യങ്ങളും കുറിച്ച് ഉണ്ടായിട്ട് മാത്രമേ നമ്മളൊരു ജഡ്ജ്മെൻ്റ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ ജസ്റ്റിസ് എന്നുള്ള കാർഡ് നമ്മളോട് പറയണത്. ഓരോ കർമ്മം നമ്മളിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് കർമ്മങ്ങളിപ്പോഴും നന്നായിരിക്കണം എന്നുള്ളതാണ് ഈ ജസ്റ്റിസ് എന്നുള്ള കാർഡ് നമ്മളോട് പറയുന്നത്. അടുത്ത കാർഡ് ഹീറോഫൻ്റ് എന്ന് പറയുന്നതാണ്. ഹീറോഫൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവാണ്. മറ്റുള്ളവർക്ക് തൻ്റെ അറിവ് ട്രാൻസ്ഫറിങ് നോളജ്, നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ ഒരു ഗുരു. പിന്നെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ചുള്ള പല റിച്വൽസൊക്കെ ഉണ്ടാവും. ആ പാരമ്പര്യത്തിലൂടെ നമ്മുടെ റിച്വൽസ് നമ്മുടെ പാരമ്പര്യത്തിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മളൊരു ഗുരുവിൻ്റെ കയ്യിൽ നമ്മൾ അറിവ് സമ്പാദിച്ച് നമ്മുടെ സംശയത്തിനെയൊക്കെ ദൂരീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഹീറോഫൻ്റ് എന്ന് പറഞ്ഞ കാർഡ് പറയുന്നത്. അതൊരിക്കലും നമുക്ക് ഗുരുവിനെ കിട്ടാം, അല്ലെങ്കിൽ നമ്മളൊരു ഗുരുവായിരിക്കാം, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കണ ഒരു ഗുരുവായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഗുരുവിനെ കിട്ടാം, നമ്മളൊരു മെൻറ്ററെ കാണാം. അങ്ങനെയൊക്കെ ഈ കാർഡിൻ്റെ അർത്ഥമുണ്ട്. പിന്നെ വരുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ കാർഡാണ്. സമൃദ്ധിയിൽ നിറഞ്ഞിരിക്കണ ഒരു സ്ത്രീയാണ്, ഒരു മാതാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം
പരിപാലനം ചെയ്യാണ്, മറ്റുള്ളവരെ പരിപാലിക്കണ ഒരു ക്യാരക്ടറാണ്. തൻ്റെ എല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണ ഒരു കഥാപാത്രമാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞത്. ധാരാളം സമൃദ്ധി അവർക്കുണ്ട്, അവരത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണു, കൊടുക്കണു. അവരുടെ സമയവും അവർ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണു. അപ്പം അത് ഈ വൈശാഖ മാസത്തിൽ ഇത് ഭയങ്കര കണക്റ്റാണ്. കാരണം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, ദാനമാണല്ലോ വൈശാഖ മാസത്തിലെ ഏറ്റവും പ്രധാനം ദാനമാണ്. ദാനധർമ്മങ്ങൾക്ക് അതിരറ്റ ഫലമുള്ള ഒരു മാസമാണ് ഈ വൈശാഖ മാസം. അത്രയും പുണ്യമാസമാണ്. ദാനകർമ്മങ്ങൾക്ക് ഇരട്ടി ഫലമാണ്. എന്തിനും ഇരട്ടി ഫലമാണ്. നാമജപത്തിനാണെങ്കിലും ദാനകർമ്മങ്ങൾക്കാണെങ്കിലും വളരെ ഫലമുള്ള ഒരു നല്ല പുണ്യമാസം, മാധവൻ്റെ മാസമാണ് മാധവ മാസം. അപ്പോൾ ഇതിന്ന് വന്നിരിക്കുന്ന 3 കാർഡും വളരെ നല്ല കാർഡാണ്. ഒന്ന്, നമ്മൾക്ക് നീതിബോധം വേണം. രണ്ടാമത് നമ്മൾക്കൊരു പാരമ്പര്യം വേണം. പാരമ്പര്യം അനുസരിച്ചിട്ട് വേണമല്ലോ ജീവിക്കാൻ. നമ്മൾ ഒരു ഗുരുവിൻ്റെ നിന്ന് നമ്മൾക്ക് അറിവ് സമ്പാദിക്കണം, നീതിബോധത്തോടുകൂടി ജീവിക്കണം. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് പങ്കുവയ്ക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇങ്ങനെ ആണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു.